എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിളും വെള്ളരിയും ചേർത്തൊരു പച്ചടിയാണ്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും അല്ലേ. അതിൻ്റെ കൂടെ ഒരു നല്ല വെള്ളരി കിട്ടിയപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത്. അപ്പോൾ പൈനാപ്പിളും വെള്ളരി ഞാൻ കുക്കറിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. കാരണം കുക്കറിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ അതിലേക്ക് വേണ്ടത് തൈര്, പിന്നെ തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കടുകും, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വറവിടാൻ കടുകും മുളകും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ വേവിച്ച് വെച്ച പൈനാപ്പിളും വെള്ളരിയും ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ വെള്ളരിയാണിത്, ഇവിടെ കിട്ടിയതാണ്, പറിച്ചപ്പോൾ അവർ തന്നതാണ്. നല്ല ഇളയ വെള്ളരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു കഷ്ണം പൈനാപ്പിളും കൂടി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് പൈനാപ്പിളിനൊന്നും അധികം മധുരം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, പച്ചടിക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങയും 1/4 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരുന്നില്ല, ആ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് തൈരാണ് എടുത്തത്. ഞാൻ 1 കപ്പ് തൈര് ഒഴിക്കുന്നില്ല, ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, 3-3.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. മറ്റേ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ, അപ്പോൾ തേങ്ങ പട്ടുപോലെ അരഞ്ഞ് കിട്ടണേ. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് അധികം ചേർക്കണ്ട, കാരണം കുറച്ച് മധുരം വരുന്നതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പം നമ്മൾ പൈനാപ്പിളിൻ്റെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഏകദേശം പഞ്ചസാരയൊക്കെ അതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല നന്നായിട്ട് അരഞ്ഞ തേങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അത് ഏകദേശം ഒന്ന് തിള വന്നാൽ മതി. ഇനി നമുക്കിത് വറവിടാൻ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് മതി. കടുക് പൊട്ടി വരട്ടെ, നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് കാണാനും ബെൽ ബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.